സ്റ്റോറേജിൻ്റെ പ്രശ്നമാണെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് 3 കാര്യങ്ങൾ പറഞ്ഞു തരും. അതിൽ മൂന്നാമത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എൻ്റെ ഈ ഒരു മൊബൈൽ ഫോണിൽ ഇപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ഞെട്ടിച്ചൊരു സംഭവമാണ്. 16 GB വെറുതെ കിട്ടി. എന്താണ് ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോ. അതുമാത്രമല്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു കുറച്ച് സ്മൂത്തുമാകും, സ്പീഡ് കൂടുകയും ചെയ്യും. അപ്പോൾ ഏതാണ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കണ്ടാൽ മതി. നിങ്ങളുടെ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 3 ലൈൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും ഡാറ്റ ആൻഡ് സ്റ്റോറേജ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തതാണ്. ഇവിടെ സ്റ്റോറേജ് യൂസേജ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ടെലഗ്രാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ഇവിടെ ഈ ക്ലിയർ ക്യാച്ച് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നിങ്ങളുടെ ഫോൺ സ്മൂത്ത് ആവുകയും കുറച്ച് നിങ്ങൾക്ക് സ്റ്റോറേജ് ലാഭിക്കാനും സാധിക്കും. ഇനി എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഹിസ്റ്ററി കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരുപാടുണ്ടാകും. നിങ്ങൾ കുറച്ച് മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഡിലീറ്റ് ബ്രൗസിങ് ഡാറ്റ എന്ന ഈ ഒരു നീല അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ടൈം കൊടുക്കുക. ഓൾ ടൈം കൊടുത്തിട്ട് ക്ലിയർ ഡാറ്റ പിന്നെയും ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു പരിധി നിങ്ങൾക്ക് സ്റ്റോറേജ് ഇപ്പോൾ ഈ 2 ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. അതുമാത്രമല്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ കുറച്ച് സ്മൂത്ത് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ആക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ഈ 2 കാര്യം മനസ്സിലാക്കിയെന്ന് വിചാരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയെന്ന് വിചാരിക്കുന്നു. ഇനി നേരെ മൂന്നാമത്തെ ഒരു കാര്യം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ അതിലൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫോയിലേക്ക് പോവുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയി ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അവിടെ എല്ലാ ആപ്ലിക്കേഷനും അവിടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുക. ഇവിടെ കറക്റ്റ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്റ്റോറേജ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സൈസ് എന്ന് പറയുന്നത് 205 MB ആണ്. നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ആക്കുന്ന സമയത്ത് ആ 205 MB മാത്രമേ നമുക്ക് ലാഭിക്കാൻ സാധിക്കൂ. പക്ഷേ അവിടെ നഷ്ടമാകുന്നത് ടോട്ടൽ 373. അതിൽ 205 ഒഴിവാക്കി കഴിഞ്ഞാൽ ഏകദേശം 13 MB അങ്ങനെ വെറുതെ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഡിലീറ്റ് ആക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വന്നിട്ട് ക്ലിയർ ഡാറ്റ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ഓൾ ഡാറ്റ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ഓക്കെ കൊടുത്താൽ അങ്ങനെയാണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇനിയാണ് മൂന്നാമത്തെ മെയിൻ കാരണം മുമ്പ് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായില്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. എന്നിട്ട് ഇവിടെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മാനേജ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ദിസ് ഡിവൈസ് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നോട്ട് ഇൻസ്റ്റാൾഡ് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ മുമ്പ് ഡിലീറ്റ് ആക്കി ഒരുപാട് ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഓരോന്ന് ഇവിടെ ടിക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടോളെ 111 MB. എൻ്റെ മൊബൈൽ ഫോൺ 16 GB ആണ് എനിക്ക് കിട്ടിയത്. ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ 205 MB കാണിച്ചു തരാം. ഇത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഇവിടെ 10 GB ആണ് ലഭിച്ചത്. ഇതിവിടെ വെറുതെ കിടന്ന ഒരു 10 GB ആണ്. ഇത് സിമ്പിളായിട്ട് കിട്ടിയ ഒരു 10 GB ആണ്. നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ ചെക്ക് ചെയ്യുക. അങ്ങനെ ഇതുപോലെ എല്ലാം സെലക്ട് ചെയ്ത് ഇനി നിങ്ങൾക്ക് വീണ്ടും അത് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ മുമ്പ് ഡിലീറ്റ് ആക്കി ഇനി ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അത് അൺടിക്ക് തന്നെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ ഇതുപോലെ ടിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു 10 GB ആണ് ലഭിച്ചത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബാക്കി ലെവലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ.